സമയത്ത് ബസ് കിട്ടിയില്ല. പറഞ്ഞതല്ലേ നേരത്തെ ഇറങ്ങാനായിട്ട്. ഓടി വന്നേ. എന്തിട്ടാ നീ എടെ കൂട്ടി ഇങ്ങനെ പോകുന്നു? ബസ് കിട്ടിയില്ല, സ്കൂൾ ബസ് കിട്ടിയില്ല, മിസ്സായി പോയി. ബസ് കിട്ടിയില്ലേ? പോകാനായിട്ട്, കൊച്ചിനൊക്കെ സ്കൂളിലാക്കാനായിട്ട്. എടാ നീ വണ്ടി കയറി കുഞ്ഞിനെ കുഴപ്പമില്ല, ഇവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി കിട്ടും. ഒന്ന് പോയായിരുന്നു. വേണ്ട വേണ്ട, കുഴപ്പമില്ല, ഞങ്ങൾ പോയി. ഞാൻ നീ എന്താ പറയുന്നത്? എനക്ക് അങ്ങോട്ടാ പോണ്ടത്. വേണ്ടത് കളിക്കല്ലേ? ഇവിടെ വന്നേ. എടാ സുരേഷ് ചേട്ടൻ എന്താക്കുന്ന ഇപ്പൊ? പുറത്ത്. അതെയാ? ആ ശരി. നീ വണ്ടി കയറി നമ്മ എത്ര ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ? അതേ പ്രശ്നമല്ലേ, വേറൊന്നുമില്ല. നീ ആടാ മോളെ കരീതാ ഇത് മോളെ ഒറ്റ വെച്ചോളെ. ശമ്പളം കിട്ടുന്നാലും വീട്ടിൽ കൊടുക്കാനേലൂടോ, വണ്ടി ഓടിക്കാനില്ല. നമുക്ക് പോണ്ടേ? പോണ്ടേ, സമയം എത്രയായി? അന്മതാ വാന്നേ, പരാതി കിട്ടിയിട്ട് സമയം എത്രയായി? ഇത് വെച്ച് കെട്ടണ്ടേ? വാ സുഗത, ആദ്യം ഞാൻ ഈ പരാതി ഒന്ന് തീർത്തോട്ടെ. ഒന്ന് അടങ്ങു നീ. അതെ, അവരെ പഞ്ചായത്ത് എടുത്ത ഞാൻ തോട്ടിയിരുന്നു. സുഹൃത്തേട്ട ഇങ്ങനെ കെട്ടണേ? ആരെങ്കിലും ഇങ്ങനെ കെട്ടോടെ പൊട്ട? അത് വെച്ചതല്ലേ. ഹലോ, നമസ്കാരം. അരുവിക്കര KCB അല്ലേ സാറേ? എൻ്റെ പേര് മന്മഥൻ എന്നാണേ. കൺസ്യൂമർ നമ്പർ 4279. ഇന്നലെ മുതൽ എൻ്റെ വീടിൻ്റെ പ്രദേശത്ത് കറണ്ട് ഇല്ല. ഇന്നലെ പോയതാ. ഇല്ല, അവിടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നാളെ. എൻ്റെ സാറേ ഇന്നലെ പോയതാണ് സാറേ അത്. നാളെ പറ്റുമെങ്കിൽ സാറേ നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. ഞാനും ഒരു ലൈൻമാനാണ്. ഞാൻ ഉഴമലക്കൽ സെക്ഷനിലെ ലൈൻമാനാണ് മന്മഥൻ. നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. പരാതി കിട്ടി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അപ്പം തന്നെ പോയി നോക്കും. നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള ബാക്കിയുള്ള മര്യാദയ്ക്ക് ജോലി എടുക്കേണ്ട ലൈൻമാൻമാർക്ക് കൂടി പേരുദോഷം ഉണ്ടാക്കുന്നത്. ഇയാൾക്കത് നോക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യാൻ പറ്റണെന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇന്ന് എൻ്റെ വീട്ടിൽ കറണ്ട് ഒന്നും ശരിയാക്കിയില്ലെങ്കിൽ അതിന്റെ പണി ഞാൻ തന്നോളാം. അതാ വെച്ചേരാ. ഇപ്പൊ കറക്റ്റ് ഫോണിൽ നിന്നില്ല കട്ടിൽ കഴിഞ്ഞപ്പോ. അല്ലാതെ അങ്ങനെ തന്നെ വേണം, അതാ പറഞ്ഞു. എന്താ സുഖം നീ അങ്ങനെ സംസാരിക്കുന്നത്? അപ്പൊ ബാബ ഇത് ആദ്യം തരണ്ടേ? എടാ നീ എന്തോന്നിടേ ഇത്? എന്നെ പിടി. ഒന്ന് വായേട്ടായി. എവിടെയാടാ സ്ഥലം? എവിടെ? എടാ ഏണി എടുത്ത് താഴെ വെച്ചോടാ. ഇനിയിപ്പോ ഏണി എടുത്ത് താഴത്ത് വെക്കേണ്ടി വരും. ഇറങ്ങിയോ വെക്കട്ടെ? എന്റെ ദൈവമേ, വണ്ടിയുടെ മേളിൽ നിന്ന് ഇറങ്ങാൻ അറിയാത്ത ആളാണ് ഇനി പോസ്റ്റിക്ക് ഇറങ്ങണത്. മറിമായം